ജനറൽ പെത്തോളജിയിലെ അടുത്ത ടോപ്പിക്കാണ് ഇമ്മ്യൂണോ പെത്തോളജി ഇൻക്ലൂഡിങ് അമൈലോയിഡോസിസ്. അപ്പോൾ നമുക്ക് എന്താണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് നോക്കാം. ഇമ്മ്യൂണിറ്റി ഓർ ബോഡി ഡിഫെൻസ് മെക്കാനിസം ഈസ് ഡിവൈഡ് ഇൻറ്റു 2 ടൈപ്സ്: നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ആൻഡ് സ്പെസിഫിക് ഇമ്മ്യൂണിറ്റി. നാച്ചുറലിനെ നമുക്ക് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയാൻ പറ്റുന്നു, സ്പെസിഫിക്കിനെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്നും പറയാൻ സാധിക്കുന്നു. അപ്പോൾ നാച്ചുറൽ ഓർ ദ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ടൈപ്പാണ്. അപ്പോൾ അത് മാത്രമല്ല, അതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 കമ്പോണൻറ്റുകളുണ്ട്: ഹ്യൂമറൽ കമ്പോണൻ്റ് ആൻഡ് സെല്ലുലാർ കമ്പോണൻറ്റ്. ഹ്യൂമറൽ കമ്പോണൻറ്റിൽ കോംപ്ലിമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതായത് കോംപ്ലിമെൻറ്റ് സിസ്റ്റം ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ സെല്ലുലാർ കമ്പോണൻറ്റിൽ വരുന്നതാണ് ന്യൂട്രോഫിൽസ്, മാക്രോഫേജസ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇമ്മ്യൂണിറ്റി ആണ് സ്പെസിഫിക് ഓർ ദ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതിന് ആൻറ്റിജനിക് സ്പെസിഫിസിറ്റി കാണപ്പെടുന്നുണ്ട്. ഇതിൽ തന്നെയും 2 കമ്പോണൻറ്റുകളുണ്ട്: ഹ്യൂമറൽ ആൻഡ് സെല്ലുലാർ. ഹ്യൂമറലിൽ ബി സെൽസ് വരുന്നുണ്ട്, സെല്ലുലാറിൽ ടി സെൽസുമാണ് വരുന്നത്. അടുത്തതായിട്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് നമുക്ക് അറിയാവുന്നതാണ്. അതായത് സെൽഫിനെയും നോൺ സെൽഫിനെയും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്ത് മനസ്സിലാക്കാനുള്ള കഴിവ്. രണ്ടാമത്തേത് മെമ്മറി ഓഫ് വാട്ട് വാസ് ഏർലിയർ റെക്കഗ്നൈസ്ഡ് ആസ് നോൺ സെൽഫ്. അതായത് പുറത്തു നിന്നുള്ള ഏതെങ്കിലും ഒരു പത്തോജനിക് ഓർഗാനിസത്തിനെ നേരത്തെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിനെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള മെമ്മറി, അതാണ് രണ്ടാമത്തേത്. പിന്നെ മൂന്നാമത് വരുന്നതാണ് ആൻറ്റിബോഡി ഫോർമേഷൻ. പിന്നെ വരുന്നത് സെൽ മീഡിയേറ്റഡ് റിയാക്ഷൻസ്. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് ഇമ്മ്യൂണോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് നമുക്ക് പഠിക്കാനുണ്ട്: ആൻറ്റിജൻ, ഹാപ്റ്റൻ, ആൻറ്റിബോഡി. ആൻറ്റിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസ് ആണ്. അത് നമ്മുടെ ടിഷ്യൂസിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. അപ്പോൾ ആൻറ്റിബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻറ്റിജനിക് സ്റ്റിമുലേഷൻ്റെ ഫലമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ആൻറ്റിബോഡി എന്ന് പറയുന്നത്. ഇനി ഹാപ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ്. അതിന് ആൻറ്റിജനിക് പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ കാണുന്നില്ല. ബട്ട് ഓൺ കമ്പൈനിങ് വിത്ത് എ പ്രോട്ടീൻ ക്യാൻ ഫോം ന്യൂ ആൻറ്റിജൻ കേപ്പബിൾ ഓഫ് ഫോമിങ് ആൻറ്റിബോഡീസ്. അപ്പോൾ ഇതൊരു നോൺ പ്രോട്ടീൻ സബ്സ്റ്റൻസ് ആണ് ഹാപ്റ്റൻ എന്ന് പറയുന്നത്. അതൊരു പ്രോട്ടീൻ സബ്സ്റ്റൻസുമായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പുതിയ ആൻറ്റിജനായിട്ട് ഫോം ചെയ്യുന്നു. അങ്ങനെ അതിന് ആൻറ്റിബോഡീസിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് ഓർഗൻസ് ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഇതിൽ തന്നെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്, സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസും ഉണ്ട്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് തൈമസ് ആൻഡ് ബോൺ മാരോ. സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് ലിംഫ് നോഡ്, സ്പ്ലീൻ, അതുപോലെ മാൽട്ട്, ദാറ്റ് ഈസ് മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. നെക്സ്റ്റ് വരുന്നതാണ് സെൽസ് ഓഫ് ദി ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട സെൽസ് എന്ന് പറഞ്ഞാൽ ലിംഫോസൈറ്റ്, മോണോസൈറ്റ് ആൻഡ് മാക്രോഫേജസ്, മാസ്റ്റ് സെൽസ് ആൻഡ് ബേസോഫിൽസ്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ് തുടങ്ങിയവയാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട സെൽസ്. ആദ്യം തന്നെ നമുക്ക് ലിംഫോസൈറ്റ്സ് എന്താണെന്ന് നോക്കാം. WBCയുടെ 20-40% ലിംഫോസൈറ്റ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡിൽ അത് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ലിംഫോയിഡ് ഓർഗൻസിലും ടിഷ്യൂ സ്പേസസിലും ഒക്കെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഈ ലിംഫോസൈറ്റ്സിനെ തന്നെ നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം: ബി സെൽസ്, ടി സെൽസ് ആൻഡ് നാച്ചുറൽ കില്ലർ സെൽസ്. ഇതിൽ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് പറഞ്ഞാൽ ലാർജ് ആയിട്ടുള്ള ഗ്രാനുലാർ ലിംഫോസൈറ്റ്സ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് പ്രോപ്പർട്ടീസ് ഉള്ള സെല്ലാണ് നാച്ചുറൽ കില്ലർ സെൽ. ഇനി ബി ആൻഡ് ടി സെൽ എന്ന് പറഞ്ഞാൽ അത് നോൺ ഫാഗോസൈറ്റിക് സെൽസ് ആണ്. അടുത്തതായിട്ടുള്ള സെല്ലാണ് ബി ലിംഫോസൈറ്റ്. ബി ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോൺ മാരോയിലോ ലിംഫ് നോഡിലോ ഒക്കെയാണ് മെച്ചുവേർഡ് ആകുന്നതും ഡിറൈവ് ചെയ്യുന്നതും. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ് ബി ലിംഫോസൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ബി സെൽസിന് ആൻറ്റിബോഡി മോളിക്യൂൾസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ ആൻറ്റിജൻസിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്ന സെൽസും കൂടെയാണ് ബി സെൽസ്. അതുകൊണ്ട് നമുക്കതിനെ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെൽസ് എന്നും വിളിക്കാൻ സാധിക്കുന്നു. അടുത്തതായിട്ട് വരുന്നതാണ് ടൈപ്സ് ഓഫ് ബി ലിംഫോസൈറ്റ്സ്. ബി ലിംഫോസൈറ്റ്സ് തന്നെ 2 ടൈപ്സ് ഉണ്ട്: പ്ലാസ്മ സെൽസ് ആൻഡ് മെമ്മറി ബി ലിംഫോസൈറ്റ്സ്. പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബി ലിംഫോസൈറ്റ്സ് ആക്ടിവേറ്റഡ് ആയി കഴിയുമ്പോൾ അത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് പ്ലാസ്മ സെൽസ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യപ്പെടുന്നത്. ഇനി മെമ്മറി ബി സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബി ലിംഫോസൈറ്റ്സ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് മെമ്മറി ബി സെൽസ് ആയിട്ട് മാറുന്നു. അതെന്ന് പറഞ്ഞാൽ വളരെ ലോങ് ലിവ്ഡ് ആയിട്ടുള്ള സെൽസ് ആണ്. അതിൻ്റെ ഒരു മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ ഇൻഫെക്ഷൻസിനോട് റാപ്പിഡ് റെസ്പോൺസ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് മെമ്മറി ബി ലിംഫോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ.
ഇനി അടുത്തതായിട്ട് ടി സെൽസ് ഓർ ടി ലിംഫോസൈറ്റ്സ്. ഇതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് ഹോസ്റ്റ് സെൽസിനെ കില്ല് ചെയ്യുന്നു. പിന്നെ ടി സെൽസ് ഓറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ബോൺ മാരോയിലാണ്, പക്ഷെ തൈമസിലാണ് അത് മെച്ചുവേർഡ് ആകുന്നത്. ഇനി തൈമസിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ ടി സെൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 3 ടൈപ്പ് ഓഫ് സെൽസ് ആയിട്ട് മാറുന്നു. അതായത് ഹെൽപ്പർ ടി സെൽസ്, സൈറ്റോടോക്സിക് ടി സെൽ ആൻഡ് മെമ്മറി ടി സെൽ. ഇനി ഒരു ആൻറ്റിജൻ വന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെൽപ്പർ ടി സെൽസ് സൈറ്റോകൈൻസിനെ സെക്രീറ്റ് ചെയ്യുന്നു, വിച്ച് സ്റ്റിമുലേറ്റ്സ് എ ഡിഫറൻസിയേഷൻ ഓഫ് ദ ബി സെൽസ് ഇൻറ്റു പ്ലാസ്മ സെൽസ്. അതായത് ബി സെൽസിനെ പ്ലാസ്മ സെൽസ് ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സൈറ്റോകൈൻസ് ആണ്. അപ്പോൾ ഈ പ്ലാസ്മ സെൽസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസിങ് സെല്ലാണ്. ഇനി നാച്ചുറൽ കില്ലർ സെൽസ് സൈറ്റോകൈൻസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. സൈറ്റോകൈൻസ് ആണ് ഇന്റർഫെറോൺ, അതുപോലെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ എക്സെട്ര. ഇതൊക്കെയാണ് നാച്ചുറൽ കില്ലർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൈറ്റോകൈൻസ്. ഇനി മാക്രോഫേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ്. അതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാഗോസൈറ്റോസിസ് ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് ബാക്ടീരിയയാണ്. പിന്നെ നമുക്കറിയാം ഇതിന് ആൻറ്റിജൻസിനെ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റിയും കാണുന്നുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു മാക്രോഫേജസ് പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ലിവറിൽ കാണുന്ന സെൽസിനെ കപ്ഫർ സെൽസ് എന്നാണ് വിളിക്കുന്നത്. അതുപോലെ കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്നത് ഹിസ്റ്റിയോസൈഡ്സ് ആണ്. അതുപോലെ കിഡ്നിയിൽ മിസാൻജിയൽ സെൽസിൻ്റെ ഫോമിലാണ് കാണുന്നത്. അതുപോലെ CNSലെ മാക്രോഫേജസ് ആണ് മൈക്രോഗ്ലിയ. പിന്നെ ലങ് ആൽവിയോളയിൽ കാണുന്നത് ആൽവിയോളാർ മാക്രോഫേജസ് ആണ്. ബോണിൽ കാണപ്പെടുന്നത് ഓസ്റ്റിയോക്ലാസ്റ്റ് ആണ്. ഇനി അടുത്ത സെൽസ് ആണ് ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അബണ്ടൻ്റ് ആയിട്ട് കാണുന്ന ഗ്രാനുലോസൈഡ്സ് ആണ്. മാത്രമല്ല അതിനെ നമുക്ക് പോളിമോർഫോ ന്യൂക്ലിയർ ല്യൂക്കോസൈഡ്സ് എന്ന് വിളിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി അത് ആക്ടിവേറ്റഡ് ആയിട്ട് മാറുമ്പോൾ അതിന് ഒരു അമീബോയിഡ് ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അമീബ ലൈക്ക് ഷേപ്പായിട്ട് മാറുമ്പോൾ അതിന് സ്യൂഡോപോഡ്സ് ഉണ്ടാവുന്നു. ആ സ്യൂഡോപോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അത് ആൻറ്റിജൻസിനെ ഹണ്ട് ചെയ്യുന്നത്. ഇനി ആ ന്യൂട്രോഫിൽസിന് കീമോടാക്സിസ് എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടാവുന്നുണ്ട്. അതായത് ഈ ഒരു അമീബോയിഡ് മൂവ്മെന്റ് പ്രകാരം അതിന് മൈഗ്രേറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ ഉള്ള സൈറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ടാണ് കീമോടാക്സിസ് എന്ന് പറഞ്ഞൊരു മൂവ്മെന്റ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ന്യൂട്രോഫിൽസ് എന്ന് പറഞ്ഞാൽ ഫാഗോസൈഡ്സ് ആണ്. അതിന് അതിന്റെ ടാർഗറ്റ് സെല്ലുകളെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിന്റെ സർഫസിലായിട്ട് ഒരു ഓപ്സോണിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് വന്ന് കോട്ട് ചെയ്യുന്നു. ആ പ്രോസസ്സിനെ നമുക്ക് ഓപ്സോണൈസേഷൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഈസ്നോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WBCയുടെ ഒരു ടൈപ്പ് ഓഫ് സെല്ലാണ് ഈസ്നോഫിൽസ്. അത് മെയിനായിട്ട് നമുക്കൊരു അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്താണ് ഇതിൻ്റെ നമ്പർ ഇൻക്രീസ് ചെയ്യുന്നത്. ഇനി ബേസോഫിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഗ്രാനുലോസൈറ്റ് ആണ്. ദേ ഫോംസ് ഗ്രാനുലോസൈറ്റ് സച്ചസ് ന്യൂട്രോഫിൽസ് ആൻഡ് ഈസ്നോഫിൽസ്. അതുപോലെ ഈ ബേസോഫിൽസിൻ്റെ ഉള്ളിൽ ഗ്രാന്യൂൾസ് കാണപ്പെടുന്നുണ്ട്. ആ ഗ്രാന്യൂൾസിൽ ഹെപ്പാരിൻ, ഹിസ്റ്റമിൻ തുടങ്ങിയ ഇൻഫ്ലമേറ്ററി മോളിക്യൂൾസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിബ്രേറ്റ് ആനിമൽസിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലാണ് കാണപ്പെടുന്നത്. അത് ഇൻഫ്ലമേറ്ററി റെസ്പോൺസസിനെയൊക്കെ മീഡിയേറ്റ് ചെയ്യുന്ന സെൽസാണ് മാസ്റ്റ് സെൽസ്, മെയിൻലി ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസിനെ. ഇനി ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞാൽ ആൻറ്റിജൻ പ്രസൻറ്റിംഗ് സെല്ലാണ്. അത് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടി സെൽസിൻ്റെ അടുത്തേക്ക് ഈ ആൻറ്റിജൻ മെറ്റീരിയലിനെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് പറയുന്നതാണ് മെയിൻ ഫംഗ്ഷൻ. ഇനി സൈറ്റോകൈൻസ് എന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണോ മോഡുലേറ്റിംഗ് ഏജൻസ് ആണ്. അതിൻ്റെ അകത്ത് സോലുബിൾ ആയിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്, അതുപോലെ പെപ്റ്റൈഡ്സ് ഉണ്ട്, ഗ്ലൈക്കോ പ്രോട്ടീൻസ് ഉണ്ട്. അതുപോലെ വേരിയസ് സ്റ്റിമുലസിനോട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് അത് സെക്രീറ്റ് ചെയ്യുന്നത്. ഇനി ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ ആൻഡ് മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി കോംപ്ലക്സിനെ പറ്റിയാണ് പറയുന്നത്. ആദ്യമായിട്ട് എന്താണ് ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് നോക്കാം. ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ദാറ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ദ ഇമ്മ്യൂൺ സിസ്റ്റം. HLA പ്രോട്ടീൻസ് ആർ റെസ്പോൺസിബിൾ ഫോർ പ്രസൻറ്റിംഗ് പീസസ് ഓഫ് പ്രോട്ടീൻസ് ഫ്രം ഇൻസൈഡ് ദ സെൽ ടു ദ ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രോട്ടീനേഷ്യസ് സബ്സ്റ്റൻസസ് ആണ്, ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഹ്യൂമൻ ല്യൂക്കോസൈറ്റ് ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് MHC, മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ്? ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് ജീൻസ് ദാറ്റ് കോഡ് ഫോർ HLA പ്രോട്ടീൻസ്. അപ്പോൾ HLA പ്രോട്ടീൻസിനെ കോഡ് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് ജീൻസിനെ വിളിക്കുന്ന പേരാണ് മേജർ ഹിസ്റ്റോകോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ്.
ഇനി HLA കോംപ്ലക്സിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കാം. HLA കോംപ്ലക്സ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ക്രോമസോം നമ്പർ 6-ലാണ്. ഇനി അതിൻ്റെ അകത്ത് 3 മെയിൻ റീജിയൻസ് ആണ് കാണപ്പെടുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ക്ലാസ് 1 റീജിയൻ. ക്ലാസ് 1 റീജിയൻ കോഡ് ചെയ്യുന്നത് HLA-A, HLA-B, HLA-C പ്രോട്ടീൻസിനെയാണ്. വിച്ച് പ്രസൻസ് പെപ്റ്റൈഡ് ഫ്രം ഇൻസൈഡ് ദ സെൽ ടു CD8+ T സെൽസ്. അപ്പോൾ CD8+ T സെൽസിലേക്കാണ് ഈ ഒരു പെപ്റ്റൈഡ്സിനെ അത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ക്ലാസ് 2 റീജിയൻ കോഡ് ചെയ്യുന്നത് HLA-DR, HLA-DQ ആൻഡ് HLA-DP പ്രോട്ടീൻസിനെയാണ്. വിച്ച് പ്രസൻസ് പെപ്റ്റൈഡ്സ് ഫ്രം ഔട്ട്സൈഡ് ദ സെൽ ടു ദ CD4+ T സെൽസ്. CD4+ T സെൽസിലേക്കാണിത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇനി ക്ലാസ് 3 റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റ് ഇമ്മ്യൂൺ റിലേറ്റഡ് പ്രോട്ടീൻസിനെയാണ് കോഡ് ചെയ്യുന്നത്. മെയിനായിട്ടും കോംപ്ലിമെൻറ്റ് കമ്പോണൻസും വരാം, അതുപോലെ തന്നെ സൈറ്റോകൈൻസും വരാം. ഇതിനെയൊക്കെ കോഡ് ചെയ്യുന്ന റീജിയൻ ആണ് ക്ലാസ് 3 റീജിയൻ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് HLA കോംപ്ലക്സിന്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നതാണ് ആന്റിജൻ പ്രസന്റേഷൻ. അത് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇനി ഇമ്മ്യൂൺ ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫിനെയും നോൺ സെൽഫിനെയും തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ് ആണ് HLA പ്രോട്ടീൻസ്. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ, അതായത് HLA പ്രോട്ടീൻസ് മാച്ച് ചെയ്താൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ട്രാൻസ്പ്ലാന്റേഷൻ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഡിസീസ് സസെപ്റ്റിബിലിറ്റി, ചില പ്രത്യേക HLA അലീൽസ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്? ഇൻക്രീസ്ഡ് സസെപ്റ്റിബിലിറ്റി ടു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് സച്ച് എസ് റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ് ആൻഡ് ടൈപ്പ് 1 ഡയബറ്റീസ്. അപ്പോൾ ചില HLA അലീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റുമറ്റോയ്ഡ് ആർത്രൈറ്റീസ്, അതുപോലെ ടൈപ്പ് 1 ഡയബറ്റീസ് തുടങ്ങിയവയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കാണുന്നത്. അതിനോട് ഇൻക്രീസ്ഡ് സസെപ്റ്റിബിലിറ്റിയും കൂടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം ഓർ എയ്ഡ്സ്. അപ്പോൾ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? ഒരു RNA വൈറസ് ആണ്, റിട്രോ വൈറസ് ആണ്, കോൾഡ് ആസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഇനി മെയിനായിട്ടും നമ്മുടെ റിട്രോ വൈറസിന് 2 ഗ്രൂപ്പുകളാണ് വരുന്നത്, ട്രാൻസ്ഫോമിംഗ് വൈറസ് ആൻഡ് സൈറ്റോപ്പതിക് വൈറസ്. ട്രാൻസ്ഫോമിംഗ് വൈറസിൽ വരുന്നത് ദീസ് ആർ ഹ്യൂമൻ T സെൽ ലുക്കീമിയ ലിംഫോമ വൈറസ് 1 and 2. അപ്പം HTLV 1 and 2 വരുന്നത് ട്രാൻസ്ഫോമിംഗ് വൈറസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലാണ്. ഇനി സൈറ്റോപ്പതിക് വൈറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് HIV-1 HIV-2 ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, കോസിങ് 2 ഫോംസ് ഓഫ് എയ്ഡ്സ്. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് എയ്ഡ്സ് ആണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളിലായിട്ട് 4 മെമ്പേഴ്സ് ആണ് മൊത്തത്തിൽ കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഓൾറെഡി അറിയാം റൂട്ട് ഓഫ് ട്രാൻസ്മിഷൻ, സെക്ഷൽ ട്രാൻസ്മിഷൻ, പിന്നെ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ് വഴിയുള്ള ട്രാൻസ്മിഷൻ, പെരിനേറ്റൽ ട്രാൻസ്മിഷൻ, ഒക്യുപ്പേഷണൽ ട്രാൻസ്മിഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ബൈ അതർ ബോഡി ഫ്ലൂയിഡ്സ്. ഇനി അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ആണ് വേസ്റ്റിംഗ് സിൻഡ്രോം, അതുപോലെ പെർസിസ്റ്റന്റ് ജനറലൈസ്ഡ് ലിംഫഡിനോപ്പതി, കാൻഡിഡിയാസിസ്, അതുപോലെ സൈറ്റോമെഗലോ വൈറസ് ഇൻഫെക്ഷൻ, കെപ്പോസി സാർക്കോമ, എയ്ഡ്സ്, ഡിമെൻഷ്യ കോംപ്ലക്സ്. ഇത്രയാണ് അതിൻ്റെ ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഇനി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ഫോർ HIV എയ്ഡ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് തന്നെ HIV ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടെസ്റ്റ്, അതാണ് ആൻറ്റിബോഡി ടെസ്റ്റ്. അതിൽ വരുന്നതാണ് എലൈസ. എലൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇനീഷ്യൽ സ്ക്രീനിങ് ടെസ്റ്റ് ആണ് എലൈസ എന്ന് പറയുന്നത്, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബൻ്റ് അസേ. അപ്പോൾ അത് 2 ഡിഫറെൻറ്റ് പ്രോട്ടീൻസിനെതിരായിട്ടാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഗ്യാഗ് പ്രോട്ടീൻ ആൻഡ് എൻവലപ്പ് പ്രോട്ടീൻ. ഈ 2 പ്രോട്ടീൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എലൈസ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യം ഒരു ഇനീഷ്യൽ വിൻഡോ പീരീഡ് ഉണ്ട്, അതായത് 2 to 4 weeks പീരീഡ് ആണ് ഒരു വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. ആ സമയത്ത് പേഷ്യൻ്റ് ഇൻഫെക്ഷ്യസ് ആയിരിക്കും, പക്ഷേ സ്ക്രീനിങ് ടെസ്റ്റ് നെഗറ്റീവായിട്ടായിരിക്കും കാണുന്നത്. ഇനി വെസ്റ്റേൺ ബ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലൈസ പോസിറ്റീവ് ആകുകയാണെങ്കിൽ നമ്മൾ കൺഫർമേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. ദീസ് ആർ ദ എക്സാജറേറ്റഡ് ഓർ ഇൻഅപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ് ഓഫ് നോർമൽ ഇമ്മ്യൂൺ റെസ്പോൺസ്. നോർമൽ ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസിന്റെ എക്സാജറേറ്റഡ് ഫോമിനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് 4 ടൈപ്പ് ഓഫ് റിയാക്ഷൻസ് പഠിക്കാനുണ്ട്. ആദ്യം തന്നെ ടൈപ്പ് 1, ദാറ്റ് ഈസ് അനാഫൈലാക്റ്റിക് ഓർ അറ്റോപിക് റിയാക്ഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാപ്പിഡ്ലി ഡെവലപ്പിംഗ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ് ഈ ടൈപ്പ് 1 എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ആൻ ഇമ്മ്യൂൺ റെസ്പോൺസ് ടു ആൻ ആൻറ്റിജൻ ഓർ ദ അലർജൻ ടു വിച്ച് ദ ഇൻഡിവിജ്വൽ ഈസ് പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ്. അപ്പോൾ നേരത്തെ തന്നെ സെൻസിറ്റൈസ് ചെയ്തിരിക്കുന്ന ഒരു ആൻറ്റിജനോട് ആയിരിക്കും ഇവിടെ റെസ്പോൺസ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ ഏകദേശം 15 to 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ അപ്പിയർ ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ മെയിനായിട്ടും
ഈ ഒരു റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നത് ഹ്യൂമറൽ ആൻറ്റിബോഡീസ് ആണ് ഓഫ് IgE ടൈപ്പ്. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈ ടൈപ്പ് ഓഫ് ഹ്യൂമറൽ ആൻറ്റിബോഡീസ് ആണ് മെയിനായിട്ടും ഈ ഒരു റിയാക്ഷനെ മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ജനറ്റിക് ബേസിസ് ഉണ്ട്, അതുപോലെ അതായത് 50% കൺകോർഡൻസ് ഇൻ ദ ഐഡന്റിക്കൽ ട്വിൻസ്. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂട്ടൻസിനോടുള്ള എക്സ്പോഷറിന്റെ ഫലമായിട്ടും ഇത് ഈ ഒരു റിയാക്ഷൻ ഉണ്ടാവാം. ഇനി അടുത്തതായിട്ട് പത്തോജനസിസ് ഓഫ് ടൈപ്പ് 1 റിയാക്ഷൻ. അപ്പോൾ ഇവിടെ മെയിനായിട്ടും നമ്മുടെ ബി ലിംഫോസൈറ്റ്സ്, അതുപോലെ പ്ലാസ്മ സെൽസ്, മാസ്റ്റ് സെൽസ്, ബേസോഫിൽസ്, ന്യൂട്രോഫിൽസ്, ഈസ്നോഫിൽസ് തുടങ്ങിയവയാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഹോസ്റ്റ് ആൻറ്റിജനുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ സെൻസിറ്റൈസേഷൻ എന്നൊരു പ്രോസസ്സ് നടക്കുന്നു, അതായത് ആ ഒരു ഇനീഷ്യൽ കോണ്ടാക്റ്റിൻ്റെ സമയത്ത്. അപ്പോൾ നമ്മുടെ ബി ലിംഫോസൈറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്ത് IgE സെക്രീറ്റിംഗ് പ്ലാസ്മ സെൽസ് ആയിട്ട് മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുന്നത്. സോ ദ IgE ആൻറ്റിബോഡീസ് സോ ഫോംഡ് ബൈൻഡ് ടു ദ FC റിസപ്റ്റേഴ്സ് പ്രസന്റ് ഇൻ പ്ലെൻറ്റി ഓഫ് ദ സർഫസ് ഓഫ് ദ മാസ്റ്റർ സെൽസ് ആൻഡ് ബേസോഫിൽസ്. അപ്പോൾ നമ്മുടെ ഈ IgE ആൻറ്റിബോഡീസ് നമ്മുടെ ബേസോഫിൽസിൻ്റെയും മാസ്റ്റർ സെൽസിൻ്റെയും സർഫസിൽ കാണപ്പെടുന്ന FC റിസപ്റ്റേഴ്സിൽ പോയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇതാണ് ടൈപ്പ് 1 റിയാക്ഷൻ്റെ പ്രധാനപ്പെട്ട ഒരു ഈവൻ്റ് എന്ന് പറയുന്നത്. ഈ സമയത്ത് ഈ സെല്ലുകൾ ഫുള്ളി സെൻസിറ്റൈസ്ഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ഈ സെയിം ആൻറ്റിജൻ ഒരു സെക്കൻഡ് ടൈം കോണ്ടാക്റ്റിന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാസ്റ്റർ സെൽസിലും ബേസോഫിൽസിൻ്റെയും സർഫസിൽ കാണുന്ന IgE ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നു, മെംബ്രെയിൻ ലൈസിസ് ഉണ്ടാക്കുന്നു. അതുപോലെ എന്ത് സംഭവിക്കുന്നു, സോഡിയം ആൻഡ് വാട്ടർ ഇൻഫ്ലക്സ് ഉണ്ടാവുകയും അതുപോലെ മാസ്റ്റർ സെൽസിൻ്റെയും ബേസോഫിൽസിനും ഡീഗ്രാനുലേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഗ്രാന്യൂൾസ് റിലീസ് ആകുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കെമിക്കൽസ്, അതായത് പ്രോ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള എൻസൈംസും കെമിക്കൽസും ഒക്കെ റിലീസ് ആവുന്നു. അതാണ് മെയിനായിട്ടും ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ, അതുപോലെ വാസോ ആക്റ്റീവ് ഇൻറ്റസ്റ്റിനൽ പെപ്റ്റൈഡ് തുടങ്ങിയവയൊക്കെ അതിൻ്റെ അകത്ത് കാണുന്ന പ്രോ ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ള സബ്സ്റ്റൻസസ് ആണ്. അപ്പോൾ ഇതെല്ലാം ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ വാസ്കുലാർ പെർമിയബിലിറ്റി കൂടുന്നു, സ്മൂത്ത് മസിൽസിൻ്റെ കൺട്രാക്ഷൻ കൂടുന്നു, അതുപോലെ വാസോ കൺസ്ട്രക്ഷൻ ഫോളോഡ് ബൈ വാസോ ഡൈലേഷൻ ഈ ഒരു കാര്യം നടക്കുന്നു. അതുപോലെ ഷോക്ക് ഉണ്ടാവുന്നു, ഗ്യാസ്ട്രിക് സെക്രീഷൻ ഇൻക്രീസ് ചെയ്യുന്നു, അതുപോലെ നേസൽ ആൻഡ് ലാക്രിമൽ സെക്രീഷൻസും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു അലർജിക് റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഇപ്പം എക്സസീവായിട്ട് നേസൽ സെക്രീഷൻ ഉണ്ടാവുക അല്ലെങ്കിൽ ലാക്രിമൽ സെക്രീഷൻ ഉണ്ടാവുക. അതൊക്കെ ഈ ഒരു ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുടെ ഫലമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇച്ചിങ്, എർത്തിമ, കൺട്രാക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ബ്രോങ്ക്യോൾസ്, അതുപോലെ ഡയറിയ, പൾമണറി എഡിമ, പൾമണറി ഹെമറേജ്, ഷോക്ക്, ഡെത്ത് തുടങ്ങിയവയാണ് ഇതിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. ഇനി ടൈപ്പ് 1ൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൽ തന്നെ സിസ്റ്റമിക് അനാഫിലാക്സിസും ഉണ്ട്, അതുപോലെ ലോക്കൽ അനാഫിലാക്സിസും ഉണ്ട്. സിസ്റ്റമിക് അനാഫിലാക്സിസിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിസിറ അല്ലെങ്കിൽ ഡ്രഗ്സ്, അല്ലെങ്കിൽ ഒരു സ്റ്റിങ് ബൈ ബി ഓർ വാസ്പ്. ഇനി ലോക്കൽ അനാഫിലാക്സിസിൻ്റെ എക്സാമ്പിളാണ് ഹേ ഫീവർ, ബ്രോങ്കിയൽ ആസ്മ, ഫുഡ് അലർജി തുടങ്ങിയവയൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആൻജിയോയിഡിമ, ക്യൂട്ടേനിയസ് അനാഫൈലാക്സിസ് ഇതൊക്കെ അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ്, ദാറ്റ് ഈസ് സൈറ്റോടോക്സിക് റിയാക്ഷൻ ആണ്. ടൈപ്പ് 2 ഓർ സൈറ്റോടോക്സിക് റിയാക്ഷൻ ഈസ് ഡിഫൈൻഡ് ആസ് എ റിയാക്ഷൻ ബൈ ദ ഹ്യൂമറൽ ആൻറ്റിബോഡീസ് ദാറ്റ് അറ്റാക്ക് cell surface antigen on the specific cells and tissues and causes lysis of the target cells. അതായത് ചില ടാർഗറ്റ് സെൽസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന സർഫസ് ആൻറ്റിജൻസിനെ പോയിട്ടാണ് നമ്മുടെ ഈ ആൻറ്റിബോഡീസ് പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതും മെയിനായിട്ടും എന്ത് സംഭവിക്കുന്നു, 15 to 30 മിനിറ്റ്സിനുള്ളിലാണ് സംഭവിക്കുന്നത്. ഇനി അതിൻ്റെ എറ്റിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ടൈപ്പ് 2 റിയാക്ഷൻസിൽ മെയിനായിട്ടും കോംപ്ലിമെൻറ്റ് സിസ്റ്റംസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാക്രോഫേജസ്, പ്ലേറ്റ്ലെറ്റ്സ്, നാച്ചുറൽ കില്ലർ സെൽസ് തുടങ്ങിയവയും, അതുപോലെ ആൻറ്റിബോഡീസ് ആയിട്ടുള്ള IgG ആൻഡ് IgM ക്ലാസ് ഓഫ് ആൻറ്റിബോഡീസ് ആണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടിഷ്യൂ സ്പെസിഫിക് ആണ്. അപ്പോൾ ഇതുണ്ടാവുന്നത് മെയിനായിട്ടും നമ്മുടെ ആൻറ്റിബോഡീസ് സ്പെസിഫിക് ആൻറ്റിജൻസുമായിട്ട്, അതായത് ടിഷ്യൂ സ്പെസിഫിക് ആൻറ്റിജൻസുമായിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഉണ്ടാവുന്നത്. ഇനി അടുത്തതായിട്ട് അതിൻ്റെ എക്സാമ്പിൾ വരുന്നത് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ആണ്. അതായത് ഇൻകോമ്പാറ്റബിൾ ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തുണ്ടാവുന്ന ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. പിന്നെ വരുന്നത് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. പിന്നെ വരുന്നത് ഇമ്മ്യൂൺ ത്രോംബോസൈറ്റോപീനിക് പർപ്യൂറ. പിന്നെ ഗ്രേവ്സ് ഡിസീസ് ആൻഡ് മയസ്തീനിയ ഗ്രാവിസ് തുടങ്ങിയ കണ്ടീഷൻസിലാണ് ഇത് പിന്നീട് ഉണ്ടാവുന്നത്.
അടുത്തതായിട്ട് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷനാണ്. അതിനെ നമുക്ക് ഇമ്മ്യൂൺ കോംപ്ലക്സ് മീഡിയേറ്റഡ് റിയാക്ഷൻ എന്നോ അല്ലെങ്കിൽ ആർത്തേഴ്സ് റിയാക്ഷൻ എന്നോ വിളിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ടിഷ്യൂ സ്പെസിഫിക് അല്ല. പക്ഷേ ഈ ഒരു റിയാക്ഷൻ ഉണ്ടാവാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സസ് ഫെയിൽ ടു ഗെറ്റ് റിമൂവ്ഡ് ബൈ ദ ബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സസിനെ റിമൂവ് ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന സിറ്റുവേഷൻസിലാണ് ഈ ഒരു റിയാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇനി ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈപ്പ് 2 ആൻഡ് ടൈപ്പ് 3യുടെ തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ്. രണ്ട് റിയാക്ഷനിലും ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് 2 എന്ന് പറയുന്നത് ടിഷ്യൂ സ്പെസിഫിക് ആണ്. പക്ഷേ ടൈപ്പ് 3 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ടിഷ്യൂ സ്പെസിഫിക്. Moreover, the mechanism of cell injury in type 2 is direct, but in the type 3, it is by the deposition of antigen antibody complexes on tissue. പിന്നെ ടൈപ്പ് 3 റിയാക്ഷനിൽ IgG ആൻഡ് IgM ആൻറ്റിബോഡീസ് ആണ് മെയിനായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോമർലോനെഫ്രൈറ്റീസ് ആണ്. മെയിനായിട്ടും ഇമ്മ്യൂൺ കോംപ്ലക്സ് ഗ്ലോമർലോനെഫ്രൈറ്റീസിൽ ഈ ഒരു റിയാക്ഷനാണ് കാണപ്പെടുന്നത്. അതുപോലെ SLEയിൽ ഈ ഒരു റിയാക്ഷനാണ്. അതുപോലെ റുമറ്റോയ്ഡ് ആർത്രൈറ്റീസിലും ഈ ഒരു ടൈപ്പ് 3 റിയാക്ഷനാണ് കാണുന്നത്. ഇനി ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the antigen is recognized by the CD8 plus T cell, that is cytotoxic T cell, and it is processed by the antigen presenting cell. അപ്പോൾ നമ്മുടെ സൈറ്റോടോക്സിക് T സെൽസ് ആദ്യം ആൻറ്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. എന്നിട്ട് ആൻറ്റിജൻ പ്രസൻറ്റിങ് സെൽസ് ലിംഫ് നോഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ട് അതിനെ നമ്മുടെ ഹെൽപ്പർ T സെൽസിന് പ്രസൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇനി ഹെൽപ്പർ T സെൽസ് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യുന്നു. ആ സൈറ്റോകൈൻസ് T സെൽസ് പ്രോലിഫറേറ്റ് ചെയ്യാനും അതുപോലെ മാക്രോഫേജസിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു. ഇനി ആക്ടിവേറ്റഡ് T സെൽസും മാക്രോഫേജസും പ്രോ ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സിനെ റിലീസ് ചെയ്യുന്നു. അങ്ങനെ അതുവഴി സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ഇനി ടൈപ്പ് 4 റിയാക്ഷൻ്റെ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്യൂബർക്കുലിൻ റിയാക്ഷൻ, അതുപോലെ ദാറ്റ് ഈസ് ഗ്രാനുലോമാറ്റസ് റിയാക്ഷൻ ഇൻ ദ ട്യൂബർക്ലോസിസ്, ലെപ്രസി തുടങ്ങിയവ ടൈപ്പ് 4 റിയാക്ഷനാണ്. അതുപോലെ വൈറലി ഇൻഫെക്റ്റഡ് സെൽസിൽ ഉണ്ടാകുന്നതും ഈ ഒരു റിയാക്ഷനാണ്. അതുപോലെ മാലിഗ്നന്റ് സെൽസ് ഓഫ് ദ ബോഡിയിലും ഉണ്ടാകുന്നത് ഈ ഒരു റിയാക്ഷനാണ്. അതുപോലെ തന്നെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ, അതുപോലെ ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് റിയാക്ഷൻ, ഇതൊക്കെ ടൈപ്പ് 4 റിയാക്ഷനാണ്.